ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ട്യൂട്ടർ മലയാളം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ ചെവി എന്ന് പറയുന്ന അവയവത്തിന്റെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്കിലെ പാഠത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ കണ്ണ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ടുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാവരും പോയിട്ട് കാണുക. അതുപോലെ നിങ്ങൾ ദയവേത് ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ഇതൊക്കെ ധാരാളമായിട്ട് തരണം കേട്ടോ. വളരെ കുറവാണ്, നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അവയവമാണ് ചെവി. കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. അപ്പോ ചെവി എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്? കേൾവിക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ തുലനനില പാലിക്കാനായിട്ട് സഹായിക്കുന്നു, അതായത് ബാലൻസ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ചെവിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. എന്നാൽ പാമ്പുകളുടെ കാര്യത്തിൽ പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ല എന്നാണ് പറയുന്നത്. പകരം അവർക്ക് ആന്തരകർണം ഉപയോഗിച്ചിട്ട് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല, പക്ഷേ പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ പറഞ്ഞ 3 കർണങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ബാഹ്യകർണം എന്താണ് എന്ന് നോക്കാം, അഥവാ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോ ബാഹ്യകർണത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തേതാണ് ചെവിക്കുട. ചെവിക്കുട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സ്ത്രീകളൊക്കെ കമ്മലിടുന്ന ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ കാണാൻ കഴിയുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെവിയുടെ ഭാഗമാണ് ചെവിക്കുട എന്ന് പറയുന്നത്. ഈ ചെവിക്കുടയുടെ ധർമ്മം എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ആരാണ്? ചെവിക്കുടയാണ്. അത് കഴിഞ്ഞ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് കർണനാളം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കർണനാളം. നമ്മൾ ബഡ്സ് ഒക്കെ ഉള്ളിലേക്ക് കയറ്റുന്നത് കർണനാളത്തിലൂടെയാണ് അല്ലെ. അപ്പോ ഈ കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളമാണ്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണ്. തെറ്റിപ്പോരുത് കേട്ടോ. അപ്പൊ കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക്, അതായത് ചെവിയുടെ ഉള്ള ചെപ്പിക്കാട്ടെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളില്. അപ്പൊ രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പോൾ നമ്മുടെ ചെവിയിലുള്ള രോമങ്ങളും കർണമെഴുകും ഒക്കെ മെയിനായിട്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ചെവിയിലേക്ക് രോഗാണുക്കളും പൊടിപടലങ്ങളും ഒന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാണ് കർണപടം എന്ന് പറയുന്നത്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് എന്ത്? കർണപടം. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലവും ഏത് തന്നെയാണ്? കർണപടം തന്നെയാണ്. അപ്പൊ മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് എന്ത്? കർണപടം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഭാഗങ്ങളാണ് ബാഹ്യകർണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തതാണ് മധ്യകർണം, അതായത് ബാഹ്യകർണം കഴിഞ്ഞ് വരുന്ന നടുക്കിലത്തെ ഭാഗം, ചെവിയുടെ നടുക്കിലത്തെ ഭാഗം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 അസ്ഥികളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ 3 അസ്ഥികളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? അസ്ഥി ശൃംഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ അസ്ഥി ശൃംഖല എന്ന് പറയുന്നത്. അപ്പോ ആദ്യം അത് മാലിയസ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് എന്ത് വരുന്ന കമ്പനങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് ഇൻകസിലേക്ക് വരും, പിന്നെ സ്റ്റേപ്പിസിലേക്ക് വരും. അപ്പൊ സ്റ്റേപ്പിസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസ്ഥി ശൃംഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 3 അസ്ഥികളാണ് ഇത്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതിന്റെ ഓർഡറും പഠിച്ചു വെക്കാം കേട്ടോ. ഏറ്റവും പുറത്തുള്ളതാണ് മാലിയസ്, പിന്നെ നടുക്ക് വരുന്നതാണ് ഇൻകസ്, ഏറ്റവും ഉള്ളിൽ വരുന്നതാണ് സ്റ്റേപ്പിസ്. പിന്നെ നമുക്ക് മധ്യകർണത്തിൽ പഠിക്കാനുള്ള നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് യൂസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പൊ യൂസ്റ്റേഷ്യൻ നാളിക്ക് 2 ഡ്യൂട്ടിയാണ് ഉള്ളത്. ഒന്ന്, മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു, പിന്നെ കർണപടത്തിന്റെ
ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിലത്തെ അല്ല കേട്ടോ. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിയസ് ആണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് മാലിയസ്. ഇതിന് എന്തിന്റെ ഷേപ്പ് ആണെന്നാണ് പറയുന്നത്? ചുറ്റികയുടെ ഷേപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ചുറ്റികയുടെ ഷേപ്പിലുള്ള അസ്ഥിയാണ് മാലിയസ്. അതുപോലെ കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഇൻകസ് ആണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഇൻകസ്. ഇതിന് എന്തിന്റെ ഷേപ്പാണ്? കൂടക്കല്ലിന്റെ ആകൃതിയാണ്. അടുത്തത് കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അത് നമുക്ക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഷേപ്പായിട്ട് തോന്നും. നമ്മൾ കുതിരപ്പുറത്ത് കയറുമ്പോൾ കുതിരക്കാര് അതിന്റെ കാല് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒരു സാധനം തൂക്കിയിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ കൂടെ കാല് ഇട്ടിട്ടാണല്ലോ കുതിരയുടെ മേൽ പോവാ. അപ്പൊ ആ ഒരു ഷേപ്പാണ് എന്തിനുള്ളത്? സ്റ്റേപ്പിസിനുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും ഏത് തന്നെയാണ്? സ്റ്റേപ്പിസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി മാലിയസ്, കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ളത് ഇൻകസ്, കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ളത് സ്റ്റേപ്പിസ് ആണ്. അതുപോലെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും ഏത് തന്നെയാണ്? സ്റ്റേപ്പിസ് തന്നെയാണ്. അടുത്തതാണ് ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയറിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 കുഴലുകൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊന്ന്, ഇത് 2, ഇത് 3. ഈ 3 കുഴലുകളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് വെസ്റ്റിബ്യൂൾ. ഇതാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഈ കുഴലുകളൊക്കെ ചെന്ന് എത്തുന്ന ഒരു സ്ഥലം അല്ലെ. ഈ സ്ഥലമാണ് അപ്പൊ എന്തെന്നറിയപ്പെടുന്നത്? വെസ്റ്റിബ്യൂൾ എന്നറിയപ്പെടുന്നത്. ഈ വെസ്റ്റിബ്യൂളിൽ നിന്നും പിന്നെ ഇതിൽ കൂടെ യെല്ലോ കളറിൽ കുറെ നാഡികൾ പോകുന്നത് കണ്ടില്ലേ? ഈ നാഡികളെയാണ് നമ്മൾ വെസ്റ്റിബുലാർ നാഡി എന്ന് പറയുന്നത്. എന്താണ്? വെസ്റ്റിബുലാർ നാഡി. അത് കഴിഞ്ഞ് പിന്നെ ശ്രവണ നാഡി, പിന്നെ കോക്ലിയ. ഈ ഒച്ചിന്റെ പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഈ ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോ ആന്തരകർണത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂളിനെ തുടർന്ന് വെസ്റ്റിബുലാർ നാഡി, അത് കഴിഞ്ഞ് ശ്രവണ നാഡി, പിന്നെ കോക്ലിയ. ഈ കോക്ലിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് കോക്ലിയ. അപ്പൊ അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ കൂടെ ചേർന്നതാണ് നമ്മുടെ ആന്തരകർണം എന്ന് പറയുന്നത്. അപ്പൊ ആന്തരകർണത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. എവിടെയാണ്? തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു അറയ്ക്കുള്ളിലാണ് ഈ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്തരനിർമ്മിതമായ അറകളുമുണ്ട്. സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫും അതുപോലെ സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫും എന്ന് പറയുന്ന 2 ദ്രവങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലന നില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അർദ്ധവൃത്താകാര കുഴലുകൾ എന്തിനു സഹായിക്കുന്നവയാണ്? ശരീര തുലന നില പാലിക്കുന്നതിന്. അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളും ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ്. കോക്ലിയ സഹായിക്കുന്നത് എന്തിനാണ്? കേൾവി സാധ്യമാക്കാൻ സഹായിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ചെവിയുടെ ഉള്ളിൽ എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒച്ചിന്റെ രൂപത്തിലുള്ള കോക്ലിയ ഉണ്ടല്ലോ, അങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്നുണ്ടായിരുന്നത്, അതിനിവിടെ നീർത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ നീർത്തി വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം കാണാം, ഇവിടെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു വിൻഡോ കാണാം അല്ലെ. ഇതാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ഇത് ഏതിനോട് ചേർന്നിരിക്കുകയാണ്? സ്റ്റേപ്പീസ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഏറ്റവും ചെറിയ അസ്ഥി, അതാണ് ഈ കാണുന്നത് സ്റ്റേപ്പീസ്. ഈ അസ്ഥിയോട് ചേർന്നിട്ടാണ് ഈ ഓവൽ വിൻഡോ ഇരിക്കുന്നത്. അപ്പോ സ്റ്റേപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. അപ്പൊ മധ്യകർണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അസ്ഥികളെ പറ്റി പഠിച്ചത് അല്ലെ. അപ്പൊ മധ്യകർണം വരെ എത്തുന്ന കമ്പനം ഉണ്ടല്ലോ,
ഈ കമ്പനം ഈ അസ്ഥികളിലൂടെ എവിടേക്ക് പ്രവേശിക്കുന്നു? ഈ ഒരു ഓവൽ വിൻഡോയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കാണിക്കുന്നുണ്ട് മുകളിലത്തെ അറ, മധ്യ അറ, താഴത്തെ അറ. ഈ 3 അറകളിലൂടെയും ഈ പറഞ്ഞ കമ്പനം കടന്നു പോകുന്നു. കടന്നു പോയിട്ട് ലാസ്റ്റ് എവിടെ എത്തുന്നു? ഇവിടെ വീണ്ടും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതാണ് റൗണ്ട് വിൻഡോ. ഈ വിൻഡോയിലേക്ക് ഈ പറഞ്ഞ കമ്പനം എത്തുന്നു. അപ്പൊ കോക്ലിയയ്ക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന വിൻഡോയാണ് എന്ത്? റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടെ കയറിയിട്ട് റൗണ്ട് ചെയ്ത് ഈ റൗണ്ട് വിൻഡോ വഴി എത്തുകയാണ്, ചെവിയുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, എന്താണ്? കോക്ലിയയും ദ്രവചലനങ്ങളും. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചെവിക്കുള്ളിൽ കേൾവി സാധ്യമാകുന്നത്. ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും എന്തിന്റെ ഭാഗങ്ങളാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം. കോക്ലിയയുടെ ഭാഗമാണ്. അതിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതും അറിഞ്ഞു വെക്കണം കേട്ടോ. ഇനി കോക്ലിയയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ. ഇതിന് 3 അറകളുണ്ട്. മധ്യ അറയെന്നും താഴത്തെ അറയെന്നും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോ കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു കുഴലാണ്. അതിന് 3 അറകളുണ്ട്. 3 അറകൾ നമ്മളിവിടെ കാണിച്ചു. ഒന്ന് മുകളിലത്തെ അറ, പിന്നെ മധ്യ അറ, പിന്നെ താഴത്തെ അറ. അങ്ങനെ 3 അറകളുണ്ട്. ഇതില് മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് ഏത്? ബേസിലാർ സ്തരം. അതറിഞ്ഞു വെക്കുക. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ബേസിലാർ സ്തരം. ഈ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പൊ ഇതില് അറിഞ്ഞു വെക്കേണ്ട 2 പേരുകളാണ്. ഒന്ന് ബേസിലാർ സ്തരം, ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടിയിൽ വരുന്നതാണ് ബേസിലാർ സ്തരവും രോമകോശങ്ങളും കേട്ടോ. അപ്പൊ ഇത്ര അറിഞ്ഞു വെക്കുക. ഇനി എങ്ങനെയാണ് ഈ കേൾവി സാധ്യമാകുന്നത്? അതായത് ഏതൊക്കെ തുടക്കം മുതൽ, അതായത് നമ്മുടെ ബാഹ്യകർണം മുതൽ നമുക്ക് കേൾവി സാധ്യമാകുന്നത് ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇത്. അപ്പൊ ആദ്യം ശബ്ദ തരംഗങ്ങൾ രൂപപ്പെടുന്നു, അത് ചെവിക്കുടയിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ നിന്ന് കർണനാളം, കർണപടം ഇതിലേക്കൊക്കെ എത്തുന്നു. കർണപടത്തിൽ നിന്നും നമ്മൾ പറഞ്ഞ മധ്യകർണത്തിന്റെ അസ്ഥി ശൃംഖലയിലേക്ക് വരും. അസ്ഥി ശൃംഖലയിലെ ലാസ്റ്റത്തെ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിയസ് ആണ് അല്ലെ. അവിടെ നിന്നും അത് ഓവൽ വിൻഡോയിലേക്ക് പ്രവേശിക്കും, പിന്നെ കോക്ലിയയിലെത്തും, പിന്നെ രോമകോശങ്ങളിലെത്തും. അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് ആവേഗം ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട്, അതായത് ആവേഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ശ്രവണനാഡിയിലൂടെ സെറിബ്രത്തിൽ, അതായത് തലച്ചോറിൽ എത്തുമ്പോഴാണ് കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ കണ്ണിനെ പറ്റി പഠിച്ചപ്പോഴും ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെവിക്ക് ശരീര തുലനനില പാലിക്കുന്നതിൽ എന്ത് റോളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീര തുലനനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ചിലർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇയർ ബാലൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇയർ ബാലൻസ് തെറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ഇയർ ബാലൻസ് തെറ്റിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർക്ക് ഇടയ്ക്ക് തല ചുറ്റി വരും. അവർക്ക് അവരുടെ ശരീരം മൊത്തമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അവർ തല ചുറ്റി അറിയാതെ വീണു പോകും. അപ്പോൾ അതൊക്കെ എന്തിന്റെ ഇതുകൊണ്ടുണ്ടാകുന്നതാണ്? ചെവിയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ് ഇയർ ബാലൻസ് തെറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ശരീര തുലനനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് എന്നുള്ളത്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തി ശരീര തുലനനില പാലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരീരത്തിൽ തുലനനില പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനെ ബാധിക്കുന്ന, അത് ഏതൊക്കെ ചെവിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു. ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കും. അതിനുശേഷം അതിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കും. ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തി ശരീര തുലനനില പാലിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ശരീരം നല്ല ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് വരുന്നത്, ശരീരത്തിന്റെ അതായത് ഇയർ ബാലൻസ് തെറ്റുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഭാഗങ്ങളുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അർദ്ധവൃത്താകാര കുഴലുകളിലെ രോമകോശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അർദ്ധവൃത്താകാര കുഴലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, വെസ്റ്റിബ്യൂള് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പിക്ചർ തന്നെയാണ്, അത് കുറച്ചും കൂടെ ചെറുതാക്കി കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ശ്രവണ സഹായി നമുക്കറിയാം, ചെവി കേൾക്കാത്തവരുടെ ചെവിയിൽ അവർക്ക് കേൾവി സാധ്യമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ശ്രവണ സഹായി. അതിനെപ്പറ്റി ചെറിയൊരു കട്ടിങ് ആണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്ക് കാരണമാകാറുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു. ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത്. കേൾവി തകരാർ ഉള്ളവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ്. അത്ര വലിയ കാര്യമായിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെവിനെ പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും പോരാ. നിങ്ങൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഫയലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല സോഴ്സ് വെച്ചിട്ട് എക്സ്ട്രാ പോയിന്റ്സും കൂടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പക്ഷെ ഇതും നിർബന്ധമായിട്ടും എന്തായാലും പഠിച്ചിരിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി അടുത്തതിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി 3 എണ്ണം കൂടിയാണ് എടുക്കാനുള്ളത്, നാക്ക്, മൂക്ക്, ത്വക്ക്. അത് 3 ഒരുമിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ ഈ 2 ക്ലാസ്സും കാണാത്തവര് നിർബന്ധമായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ രേഖപ്പെടുത്തണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരിക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരേക്കും ക്ലാസ് കേട്ടിരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു.